വയലിൻ കൊണ്ട് വിസ്മയം തീർക്കുന്ന നമ്മുടെ കൊച്ചുമിടുക്കി ഗംഗമോൾ, ഗംഗാ ശശിധരൻ പരവൂരിൻ്റെ മണ്ണിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മുടെ പരവൂർ പുറ്റിങ്ങൽ ഭഗവതി ക്ഷേത്രത്തിൽ ഇന്ന് ഗംഗമോളുടെ വയലിൻ വായനയുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് ദേവിയെ കണ്ട് വണങ്ങാനായിട്ട് വന്നതാണ് പുറ്റിങ്ങലമ്മയുടെ മണ്ണിലേക്ക്. അങ്ങനെ പുറ്റിങ്ങലമ്മയെ കാണാനായിട്ട് അകത്തോട്ട് കയറുവാണ്. നമ്മുടെ കമ്മിറ്റിക്കാരും ക്ഷേത്രം പ്രസിഡന്റ്, സെക്രട്ടറി, അങ്ങനെ കമ്മിറ്റി അംഗങ്ങളെല്ലാവരും ഗംഗമോളെ സ്വീകരിച്ച് അകത്തോട്ട് കൊണ്ടുപോവുകയാണ്. നാട്ടുകാരൊക്കെ ഭയങ്കര കയ്യടിയായിരുന്നു വന്നിറങ്ങിയത്. അപ്പോൾ അത്രയ്ക്ക് സപ്പോർട്ടാണ്. അത്രയും ജനലക്ഷങ്ങൾ നമ്മുടെ ഗംഗമോളെ ആരാധിക്കുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്, വീട്ടിലെ ഒരു മോളെ പോലെ തന്നെ കാണുന്നു. അതൊക്കെ കാണുമ്പോൾ വളരെ ഒരു സന്തോഷമുണ്ട്. ഞാനിതിപ്പം രണ്ടാമത്തെ തവണയാണ് നമ്മുടെ ഗംഗമോളുടെ വീഡിയോ കവർ ചെയ്യാനായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഈ വയലിൻ വായന മാത്രമല്ല, അതിന് മുമ്പേ നമുക്ക് എന്തൊക്കെയാണ് ഇവിടെ സ്റ്റേജിൽ നടക്കുന്ന കാര്യങ്ങൾ അതും കൂടിയൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഗംഗമോൾ വന്നിറങ്ങുമ്പോൾ തൊട്ടുള്ളൊരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. മോള് അമ്മയെ വണങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പുറ്റിങ്ങൽ ഭഗവതി ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. ഇവിടുത്തെ കമ്മിറ്റിക്കാരും എല്ലാവരും കൂടെ തന്നെയുണ്ട്. എല്ലാവരും നല്ല ഹെൽപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നല്ല വിനയമുള്ള, നല്ല ദൈവകൃപയുള്ള കുട്ടിയാണ് ഗംഗമോള്. അപ്പോൾ ഒരുപാട് പേര് നമ്മുടെ ഗംഗമോളുടെ വീഡിയോ ഇടുമ്പം തന്നെ അടിയിൽ കമൻ്റൊക്കെ വരുന്നത് തന്നെ കാണാം. എന്ത് നല്ല സ്നേഹമാണ് നമ്മുടെ നാട്ടുകാർക്ക്, നമ്മുടെ കേരളത്തിലുള്ള എല്ലാവർക്കും ഗംഗമോൾ. അപ്പോൾ അതൊക്കെ കാണുമ്പോഴും ഒരു സന്തോഷമുണ്ട്. നമ്മൾ വീഡിയോ ഇടുമ്പോൾ ഇങ്ങനെ ഒരു നല്ല പോസിറ്റീവായിട്ട് എല്ലാവരും ഇങ്ങനെ ഗംഗമോളെ സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ അറിയുമ്പം. പുറ്റിങ്ങൽ ക്ഷേത്രം എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, വളരെ ഫേമസ് ആണ്. ഗംഗമോളുടെ കൂടെയുള്ളത് അമ്മയും മൂത്തേമ്മയൊക്കെയാണ്. ഗംഗമോളെയും കൊണ്ട് സ്റ്റേജിലേക്ക് പോവുകയാണ്. അവിടെ നിന്ന് വണ്ടി കയറി സ്റ്റേജിൻ്റെ പുറകിൽ എത്തി. അപ്പോൾ ഇനി സ്റ്റേജിൽ കയറി ഒരു ആദരവും കാര്യങ്ങളുമൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഗുരുവായൂരുന്ന കാറിൽ ഒറ്റയിരിപ്പിരുന്നാണ് മോളിവിടെ എത്തിയത്. അപ്പം അത്രയ്ക്ക് ക്ഷീണമൊക്കെ ഉണ്ട്. അപ്പോൾ കമ്മിറ്റിക്കാർ പറയുന്നുണ്ട്, ടെൻഷനൊന്നും വേണ്ട, മോള് കൂളായിട്ട് അവതരിപ്പിച്ചാൽ മതി. അങ്ങനെ നല്ല സപ്പോർട്ടിൽ നിൽക്കുക. ഇത് നമ്മുടെ പുറ്റിങ്ങൽ ക്ഷേത്രത്തിലെ പ്രസിഡന്റ്, സെക്രട്ടറി എല്ലാവരും ഉണ്ട്. നമ്മുടെ ഗംഗമോള് സ്റ്റേജിലേക്ക് വന്നതും എല്ലാവരും ഭയങ്കര ആപ്പുളിയും കൈയടിയൊക്കെ ആയിരുന്നു. അത്രയ്ക്ക് ജനസ്വീകാര്യത കിട്ടിയ ഒരു കലാകാരിയാണ് നമ്മുടെ ഗംഗമോള്. ഗംഗമോള് വേദിയിലെത്തി. ഇനി കുറച്ച് ആദരവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതുകൂടെ കഴിഞ്ഞ് പ്രോഗ്രാം തുടങ്ങും. അപ്പം ഗംഗമോളെ ഇവിടെ ഒരുപാട് ആൾക്കാർ ആദരിക്കുന്നുണ്ട്. പിന്നെ ഒരാൾ ഗംഗമോളുടെ പടം വരച്ചു. അപ്പോൾ അത് ഗംഗമോളോട് നേരിട്ട് കൊടുക്കണമെന്നൊരു ആഗ്രഹം പ്രകടിപ്പിച്ചു. അപ്പോൾ അതും എല്ലാ കാഴ്ചകളും നിങ്ങൾക്ക് കാണാം. അത് കണ്ടതിന് ശേഷം നമുക്ക് വയലിൻ വായനയും കൂടി കാണാം. അപ്പോൾ എല്ലാം കാണണം കേട്ടോ, നമ്മൾ സ്കിപ്പ് ചെയ്യാതെ കാണണം. ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഗംഗാശിശുദ്ധനെ ക്ഷണിക്കുകയാണ്. കുമാരി ഗംഗാശിശുദ്ധനെ ക്ഷണിക്കുന്നു. ഗംഗാധരത്തിന്റെ സ്പോൺസർമാരിൽ ഒരാളായ ശ്രീ ഗൗതമ സൈകാളിന്റെ മകൾ ഡോക്ടർ അജു സൈകാൾ ഒരു ഉപഹാരം നൽകി ആദരിക്കുന്നുണ്ട്. അത് സ്വീകരിക്കുവാനായി ഗംഗാശിശു തന്നെ സ്വീകരിക്കുവാൻ ശ്രമിക്കുകയാണ്. നിറഞ്ഞ സദസ്സിന്റെ മുമ്പിൽ വെച്ച് ഒരു അംഗീകാരം കിട്ടുക എന്നതിന്റെ ഈ ഒരു ഗിഫ്റ്റ് കൊള്ളാം കേട്ടോ. നല്ലൊരു രൂപം, ഒരുപാട് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. കൊള്ളാം, നല്ല ഗിഫ്റ്റ്. കൊച്ച് മിടുക്കി ഫോട്ടോ എടുക്കാനായിട്ട് വന്നതാണ് ഗംഗമോളുടെ കൂടെ. അത് കാണുമ്പോൾ ഒരുപാട് സന്തോഷമാണ്. ഗംഗമോളുടെ ഫോട്ടോ ഗിഫ്റ്റായിട്ട് കൊടുക്കുകയാണ്. അത് സ്വന്തമായിട്ട് അദ്ദേഹം വരച്ച് റെഡിയാക്കിയ ഫോട്ടോയാണ്. അത് കാത്തിരുന്ന് ഗംഗമോള് വരുന്നതിൻ്റെ അന്ന് കൊടുക്കാൻ ഇങ്ങനെ കാത്തിരിക്കുമായിരുന്നു. അപ്പോൾ ഇന്ന് കൊടുക്കാൻ പറ്റിയതിൽ പുള്ളിയും നല്ലൊരു സന്തോഷം പറയും. നമുക്ക് ആ ഒരു വീഡിയോ കാഴ്ച എടുക്കാൻ പറ്റിയില്ല. നമുക്കത് സെപ്പറേറ്റ് ഒരു എപ്പിസോഡിൽ നമുക്ക് ഇതെല്ലാം ചെയ്യാം. അങ്ങനെ ഇനിയൊന്നുമില്ല.
നമുക്ക് പരിപാടി സ്റ്റാർട്ട് ചെയ്യാം. അപ്പം പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് ഞാനിങ്ങനെ ഗംഗമോളെ ശ്രദ്ധിച്ചു. നമ്മുടെ കൂടെയുള്ള ഹെൽപ്പിരിക്കുന്ന ചേട്ടന്മാരുടെ അടുത്തെല്ലാം പോയി സംസാരിച്ച് അവരുടെ കാലുവിട്ട് തൊഴുത് അനുഗ്രഹമൊക്കെ വാങ്ങിച്ചതിന് ശേഷമാണ് മോള് പരിപാടിക്ക് കയറിയിരുന്ന് പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നത്. നല്ലൊരു ജനത്തിരക്കുണ്ട് കേട്ടോ. സാധാരണ ഈ ഒരു പരിപാടി എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ വേറെ പ്രോഗ്രാമൊക്കെ ഇപ്പോൾ എന്ത് ഗാനമേള എന്തോ ആയിക്കോട്ടെ അതൊക്കെ തുടങ്ങി ഓരോ പാട്ട് കഴിഞ്ഞ് അതൊരു പകുതി എത്തുമ്പം കുറേ പേര് തിരിച്ചു പോകും. പക്ഷേ ഇത് ആൾക്കാർ ഓരോ പാട്ടും ഓരോ ഇതും വായന കഴിയുമ്പം അടുത്ത ഇതിന് ആൾക്കാർ കൂടിക്കൊണ്ടിരിക്കുന്നേ കണ്ടല്ലേ. മോൾ അനുഗ്രഹമാകുന്നതാണ് കേട്ടോ എല്ലാവരെയും. അപ്പോൾ ഇത് കഴിയുന്നതിന് ശേഷമാണ് അവിടെ പരിപാടി കയറിയിരിക്കുന്നത്. പിന്നെ ആ ഇരിക്കുന്ന പീഠത്തിന് തൊട്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് മോള് കുറച്ച് ദൈവങ്ങളുടെ ഫോട്ടോയൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാലറിയാം. അത് ഏത് പ്രോഗ്രാമിന് പോയാലും അങ്ങനെയൊക്കെ വെച്ച് തൊട്ട് തൊഴുത് ഭക്തിയോടുകൂടിയാണ് എല്ലാ പ്രോഗ്രാമും അവതരിപ്പിക്കുന്നത്. നമ്മുടെ ഓഡിയൻസ് എല്ലാം കൂടെ തന്നെ ഉണ്ട് സപ്പോർട്ടിന്. ചേട്ടന് നല്ല ഫാൻസ് ഉണ്ട് കേട്ടോ. ഞാൻ ഇട്ട വീഡിയോയിൽ ഒരുപാട് പേര് ചേട്ടൻ്റെ പേരൊക്കെ ചോദിച്ചായിരുന്നു. അപ്പം പിന്നെ കുറേ പേര് അതിന് കമൻ്റ് ഇട്ട് എനിക്കൊന്ന് അറിയാവുന്നവരാണെന്ന് പേരൊക്കെ അതിൽ നിന്ന്. ഞാൻ പരിപാടി തുടങ്ങുമ്പോൾ എല്ലാവരും ഞാൻ അനുഗ്രഹിക്കാം. ജോദാതരംഗ പ്രോഗ്രാം ആരംഭിക്കുന്നു. പുതിയ പ്രോഗ്രാം ഇവിടെ സമർപ്പിക്കുന്ന രവികുമാർ അപ്പോസ്റ്റൽ പൂർണ്ണി, അനിൽകുമാർ എംപ്ലോയി ട്രാവൽസ് പരവൂർ, ഗൗതമ സൈമാർ സൗവർണിക കോട്ടപ്പുറം, സലീകുമാർ മല്ലി മല്ലിക മുലാലിമർക്ക് പ്രതികളുടെ സുഹൃത്ത സമിതികൾ പ്രത്യേക നന്ദി സ്നേഹം അറിയിച്ചുകൊണ്ട് വയലിന്റെ കുട്ടികളുടെ മനുഷ്യന്റെ മനസ്സിനെ കീഴടക്കാൻ കർണാടിക് ക്ലാസിക്കൽ വയലിൻ ഫ്യൂഷൻ അവതരിപ്പിക്കുവാനായി ഗംഗാപരന് കുമാരി ഗംഗാ ശശിധരനെ വളരെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കണ്ടില്ലേ, നമ്മുടെ ഗംഗമോള് വയലിൻ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സ്റ്റേജിൻ്റെ അകത്ത് നിൽക്കുകയാണ്. ഒരുപാട് പേരുണ്ടെന്നത് ഷൂട്ട് ചെയ്യാനൊക്കെ ആയിട്ട്. ഫ്രണ്ടിലോട്ട് നോക്കിയാൽ തന്നെ അറിയാം, ക്യാമറയും ലൈവും ഒക്കെ ആയിട്ട് ഒരുപാട് പേര് ഇരിപ്പുണ്ട്. നല്ലൊരു ജനവും ജനസാഗരമുണ്ട് നമ്മുടെ പരവൂർ പുറ്റിങ്ങൽ ദേവി ക്ഷേത്രത്തിൽ. കണ്ടില്ലേ എന്തുമാത്രം ജനമെന്ന് നോക്കിയേ. നമ്മുടെ ഗംഗമോൾക്ക് അത്രയ്ക്ക് ആരാധകരുണ്ട് ഇവിടെ. ഗംഗമോള വയലിൻ വായന കേൾക്കാനായിട്ട് വന്നവരാണ്. സ്റ്റേജിൻ്റെ അകത്തും നല്ലൊരു തിരക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമ്മൾ സൈഡിൽ ഒതുങ്ങി നിന്ന് വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വീഡിയോ കാഴ്ചകളും എല്ലാം കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പിടിക്കുന്നത്. സംഭവം ഫുള്ള് കാണണം കേട്ടോ, ആരും സ്കിപ്പ് ചെയ്യില്ല. നല്ല കിണ്ണം കിടക്കാച്ചി പരിപാടിയാണ്. ആ ഭൂതത്തിലുള്ള ഭംഗിയുള്ള ഭാവങ്ങൾ
ഗംഗയുടെ വയലിൻ വായന എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളായിരുന്നു, നല്ലായിരുന്നു, സൂപ്പറായിരുന്നു. സൂപ്പർ. സമയം പോയത് അറിഞ്ഞതില്ല. അതിന്റെ അകത്തിരുന്ന് 2 മണിക്കൂർ ഞാൻ ഇങ്ങനെ നിന്ന് ഷൂട്ട് ചെയ്യായിരുന്നു. ഞാനും നമ്മുടെ ക്യാമറാമാൻ സ്മിതിൻ മുകുന്ദും കൂടി. കിടുക്കാച്ച പരിപാടിയില്ലേ ഗംഗ. ഇപ്പം കൊച്ചി ഇതുവരെയും വെള്ളം പോലും കുടിച്ചില്ല. അതുകൊണ്ട് നമുക്ക് ബൈറ്റ് എടുക്കാനും ഒന്നും പറ്റിയിട്ടില്ല. അങ്ങോട്ട് പോയിട്ടുണ്ട് എല്ലാവരും, കുറെ പേര് വന്നങ്ങ് പൊതുകില്ലേ. അപ്പൊ അങ്ങോട്ട് പോയി, നല്ല തിരക്കാണ്. ഇനി അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചോദിക്കാം. പരിപാടി കിടുക്കാച്ചായിരുന്നു, മറ്റേതിന്റെ ഡബിൾ എഫക്റ്റ് ആയിരുന്നു. എനിക്ക് വലിയൊരു ഡാൻസർ ആണ്. എൻ്റെ ചാനലിലെ ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് ഉള്ള വീഡിയോ മോളുടെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതിന് ഞാൻ ആദ്യം താങ്ക്സ് പറയുന്നു. മോളെ കാണാൻ പറ്റിയതല്ല. പിന്നെ ഒരുപാട് പേര് കമൻറ്റ് വന്നു, മോള് ഗുരുവായൂരാണ് സ്ഥലം. ഞാൻ മലപ്പുറമാണ് സ്ഥലമെന്നാണ് കേട്ടോ. അപ്പോൾ കുറേ പേര് എല്ലാം നമ്മുടെ ഗുരുവായൂരിലെ കൊച്ചാണ്. ഒരു ചേട്ടൻ ഹായ്, ഒരുപാട് സന്തോഷം. ഇന്ന് നമ്മുടെ ഗംഗമോളുടെ പ്രോഗ്രാം കിടുക്കാച്ചയായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റി. അടുത്ത് നിന്ന് നല്ലതുപോലെ അത് കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റി. സൂപ്പറായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഭയങ്കര സന്തോഷത്തിലും ത്രില്ലുമാണ്. പിന്നെ നമുക്ക് പറ്റിയ ഒരു വിഷമമെന്ന് വെച്ചാൽ ഈ പ്രോഗ്രാം കഴിഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങിയതും കൊച്ചിനെ ഈച്ച പൊതിയുന്നതാണ് എല്ലാവരും കൂടി അങ്ങ് പൊതിയും. അതുകൊണ്ട് നമുക്ക് വേറെ ബൈറ്റൊന്നും എടുക്കാൻ പറ്റിയില്ല. പക്ഷെ ആ സമയത്ത് ആരും വന്ന് പൊതിങ്ങില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ബൈറ്റൊക്കെ എടുത്ത് അടിപൊളിയായിട്ട് ഇച്ചിരി കൂടി പവർഫുൾ ആക്കായിരുന്നു. പിന്നെ ഒരു വീഡിയോ ഞാൻ എടുത്തു, പക്ഷെ അതിന് ഓഡിയോ കട്ടായി പോയി, ഓഡിയോ കിട്ടിയില്ല. ഏതായാലും ഈ ഒരു വീഡിയോ ഫുള്ള് നിങ്ങൾ കാണണം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഈ ചെറിയ ഷോർട്സും അതുപോലെ കണ്ടുവരുന്നവർ ഫുൾ വീഡിയോ കാണണം. നമ്മുടെ പുച്ചിങ്ങലമ്മയുടെ മണ്ണിൽ ഡബിൾ പവറോട് കൂടിയാണ് ഈ ഒരു പ്രോഗ്രാം അവതരിപ്പിച്ചത്. ഞാൻ നിൽക്കുന്ന ഈ ഒരു പ്ലേസ് തന്നെ കണ്ടില്ല. ഇപ്പം സമയം ഏതാണ്ട് ഒരു 10-11 മണിയോളമായി. എന്നിട്ടും നല്ല വൈബാണ്, ഒരുപാട് തിരക്കുണ്ട്. അതാണ് നമ്മുടെ പരവൂർ പുച്ചിങ്ങൽ. ഈ ഒരു പരിപാടി ഡബിൾ എനർജി ആയെന്ന് പറഞ്ഞപ്പോൾ അവർ പറയുന്ന ഒരു മറുപടി ഉണ്ട്. നമ്മുടെ പരവൂർ പുച്ചിങ്ങലമ്മയുടെ മണ്ണിൽ ആയതുകൊണ്ടാണ് ഇത് ഇത്രയും എനർജി വന്നത്. ഏതായാലും എല്ലാവർക്കും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഒരു പ്രോഗ്രാം, നമ്മുടെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. ഇറ്റ്സ് മീ സുകേഷ് സുകുമാരൻ സൈനിങ്.